രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് എന്നാണ് കാണാനാവുക. ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ആണിക്കല്ല് തകർക്കുന്ന സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഘപരിവാർ നിലപാടിലൂടെ ഉണ്ടായത്. ഇവിടെ സർക്കാരിൻ്റെ പിൻബലത്തിൽ ക്ഷേത്രം പണിയുവാനുള്ള നടപടി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് യോജിച്ച ഒന്നല്ല. അത് ഭരണഘടനാപരവുമല്ല, അതേപോലെ സുപ്രീം കോടതിയുടെ വിധിക്ക് അനുകൂലവുമല്ല. ഓരോ വിശ്വാസിക്കും അവരുടേതായ മതത്തിലും മറ്റ് വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അവകാശമുണ്ട്. ക്ഷേത്രാരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചാണ്. അത്തരം ആരാധന ഏത് വ്യക്തി, ഏത് ജാതി, ഏത് മതം, ഏത് വിഭാഗം എന്നൊന്നും പരിഗണിക്കാതെ തന്നെ അവരുടെ ജനാധിപത്യ അവകാശമായിട്ടാണ് CPIM അതിനെ കാണുന്നത്. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPIM പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ഇവിടെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പള്ളി തറക്കുകയും അതിൻ്റെ സ്ഥാനത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം പണിയുകയുമാണ് ചെയ്തത്. പറയുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊക്കെ പറയാമെങ്കിലും സംഭവം അതാണ്. അപ്പോൾ വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നയമാണ് RSS BJP സംവിധാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാമക്ഷേത്ര യഥാർത്ഥത്തിൽ പണി പൂർത്തിയായിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളത് 2025 അവസാനത്തിലാണ് അതിൻ്റെ പണി പൂർത്തിയാവുന്നത് എന്നാണ്. അപ്പോൾ 2024 ജനുവരിയുടെ പ്രത്യേകത എന്താ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ഇതിനെ ഇന്ത്യയിലുടനീളം വോട്ടർമാർക്കിടയിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. അത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ കലർത്തി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഇതിൻ്റെ ക്ഷണം വന്ന ആ സന്ദർഭത്തിൽ തന്നെ ക്ഷണിക്കാൻ വന്നവരോട് തന്നെ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിന് അത്തരം നയസമീപനത്തിൽ ഉറച്ചു നിൽക്കാനാവുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കോൺഗ്രസ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് കഴിയുന്നില്ലെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള 5 സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയം കാണിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ള സംഭവവികാസത്തെയും നമ്മൾ കാണേണ്ടത്.